നോക്ക് നിങ്ങൾ, ഈ ഫാത്തിമീകളായ ആളുകൾ, അവർക്ക് 5 ആളുകളുടെ മൗലിദ് ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ മൗലിദ് ഉണ്ടായിരുന്നു. അവർ തുടക്കം കുറിച്ച സമയത്ത് റസൂലുള്ളാഹിന്റെ മൗലിദ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദ് ഉണ്ടായിരുന്നു, ഫാത്തിമ ബിയുടേതുണ്ടായിരുന്നു, ഹസന്റെയും ഹുസൈന്റെയും ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇവരിങ്ങനെ കൊണ്ടാടി. ഒരുപാട് ആഘോഷങ്ങൾ കുറേ ഉണ്ടായിരുന്നു. വലിയ ഇബാറത്തുകളാണ്. അവർക്ക് ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആഘോഷങ്ങളിലൂടെ ജനങ്ങളെ കണ്ണുപൊടിയിടുക എന്നാണ് അവർ തീരുമാനിച്ചത്. നോക്കൂ നിങ്ങൾ, മഖ്രിസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അതേ മൗലിദ് നബി സല്ലല്ലാഹു വകാന ലിൽ ഖുലഫാഇൽ ഫാത്തിമിയീൻ ഫീ തൂലി സന, അവർക്ക് വർഷം മുഴുവൻ ഒരുപാട് ആഘോഷങ്ങളായിരുന്നു. അയ്യാദു മവാസിമു വഹിയ മവാസിമു റഅസിസന എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ മൗലിദു അലി അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വ മൗലിദുൽ ഹസനി വ മൗലിദുൽ ഹുസൈനി അലൈഹിമസ്സലാം വ മൗലിദു ഫാത്തിമത സഹ്റാ അലൈഹിസ്സലാം. അഥവാ ഈ സൂചിപ്പിച്ച പോലെ തന്നെ ഈ 5 കൂട്ടരുടെയും മൗലിദ് അവർ കൊണ്ടാടി. പിന്നെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പിന്നെ അത് നിലച്ചു. ലോകത്തെ മൗലിദില്ല. പിന്നെ അത് നിലച്ചു. പിന്നെ സഹോദരന്മാരെ, 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലുമായി ജീവിച്ചിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു മുളഫർ രാജാവ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്. മലിക്കുൽ മുളഫർ, ധീരനായ ഒരു രാജന, അല്ലേ? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, താഴെയുടെ വരികൾ കേട്ടിട്ടുണ്ട്. 6-ാം നൂറ്റാണ്ടിൽ പിന്നെ അത് കുറേ കാലം നിലച്ചതിന് ശേഷം പിന്നെ 2ാമതും രംഗപ്രവേശം നടത്തുന്നു. എന്തിനു വേണ്ടിയാ മുളഫർ കൊണ്ടുവന്നെന്ന് ചരിത്രം സൂചിപ്പിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ വല്ലാത്ത നികുതി ഈടാക്കുകയും ദുർഭരണം നടത്തുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം. അദ്ദേഹത്തിൻ്റെ ഭരണം അങ്ങനെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ജനങ്ങളുടെ അതൊക്കെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളെ നബിയെ സ്നേഹിക്കുന്ന ആളുകളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം 2ാമതും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദീനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വലിയൊരു ഇബാദത്താണെങ്കിൽ എങ്ങനെയാണ് സഹോദരന്മാരെ ഒരുപാട് വർഷക്കാലം അത് ഇല്ലാതായി പോകുന്നത്? ഒരുപാട് വർഷക്കാലം അതെങ്ങനെ ഇല്ലാതായി പോകുന്നത്? അപ്പോൾ ഓരോരുത്തർക്കും തോന്നിയതുപോലെ ഉണ്ടാക്കുന്നു. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ മൗലിദ് ആഘോഷം മൂല്യമുള്ള ഇബാദത്ത് എന്ന സമസ്തക്കാർ പഠിപ്പിക്കുന്നത്. എന്തേ ഈ മൂല്യമുള്ള ഇബാദത്ത് വർഷങ്ങളോളം ലോകത്തില്ലാതായി പോയത്? അപ്പൊ സഹോദരന്മാരെ, മതത്തിൽ ഇതിന് അടിസ്ഥാനമില്ല.